السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله، ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد، وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا شفيع الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള ഈ നാട്ടിലെ നേതാക്കളെ, ഒരുമിച്ച് കൂടിയ നല്ലവരായ മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ പരിപാടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, അവൻ ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ഒരു വിഷയത്തെയും അതിൻ്റെ എതിരാളികളായ ആളുകളുടെ പിഴച്ച വാദങ്ങളെയും ഏതാനും ഒരല്പനേരം നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ പെടുത്തി തരുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇന്ന് സുന്നികളായ നമ്മളും സലഫികളും തമ്മിൽ വളരെയധികം ചർച്ചകളും
അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രസംഗങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം എന്നത് നമ്മൾ അല്പം മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച അളേക്കളത്ത് വെച്ചുകൊണ്ട് ഈ വിഷയമായി നിങ്ങളോട്, അല്ലെങ്കിൽ ഈ നാട്ടുള്ളാളക്കാരായ നിങ്ങളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സുന്നികളായ, അതല്ലെങ്കിൽ ലോകത്ത് വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമുകൾ, അവരെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇന്ന് ആരോപിക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു ആരോപണം, നമ്മൾ അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നു, അല്ലാഹു അല്ലാത്തവർക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു, അല്ലാഹു അല്ലാത്തവരെ ദൈവങ്ങളാക്കിയും ഇലാഹുകളും ആക്കുന്നു എന്നാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ആരോപണം. പ്രിയമുള്ള മുഅ്മിനുകളെ, ഒരു സലഫി എവിടെ വന്ന് പ്രസംഗിച്ചാലും, ഏത് മുക്കുമൂലകളിൽ പോയി അവർ പ്രസംഗിക്കുകയാണെങ്കിലും, അവരുടെ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയൊരു മാറ്റർ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുന്നതിനെ സംബന്ധിച്ചാണ്. നമ്മൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു. മദനി തങ്ങളെ വിളിച്ചുകൊണ്ടും മഹാന്മാരാകുന്ന ബദരീങ്ങളെ വിളിച്ചുകൊണ്ടും ഗൗസുൽ ആദമിനെ വിളിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ടും ഇങ്ങനെ മൺമറഞ്ഞു പോയ ആ മഹത്തുക്കളായ ആളുകളെ വിളിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥന നടത്തുന്നു. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. മക്കയുടെ മുശ്രിക്കുകൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം, അവർ അല്ലാഹു അല്ലാത്തവരെ പ്രാർത്ഥന നടത്തി. അല്ലാഹുവിനെ അംഗീകരിക്കാത്തവരല്ല അവർ അല്ലാഹുവിനെയാണ് അംഗീകരിച്ചത്. ഈ ലോകം പടച്ചവൻ അല്ലാഹുവാണ്. ഭൂമിയെ പടച്ചവനും ആകാശം പടച്ചവനും ഭക്ഷണം നൽകുന്നവനും വെള്ളം നൽകുന്നവനും എല്ലാം അല്ലാഹുവാണ് എന്നവർ സമ്മതിച്ചിരുന്നു. പിന്നെ അവർ ചെയ്ത തെറ്റെന്തായിരുന്നു? അതിവിടുത്തെ സുന്നികളെ പോലെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു അവർ പ്രാർത്ഥിച്ചു. ഇതാണ് മക്കയുടെ മുശ്രിക്കുകൾ ചെയ്തത്. ആ മക്ക മുശ്രിക്കുകളുടെ ഏർപ്പാടാണ് നമ്മുടെ നാട്ടിലുള്ള സുന്നികളും ചെയ്യുന്നത്. ഇതാണ് സലഫിയുടെ പ്രസംഗത്തിന്റെ ആകത്തുക. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കുട്ടി വന്ന് ഇവിടെ പ്രസംഗിച്ചിരുന്നു. ആ കുട്ടിക്ക് മറുപടി പറയാനല്ല ഞാൻ നിന്നത്. ആ കുട്ടിക്ക് പ്രസംഗത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതിന് മറുപടി എന്നല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എവിടെ സലഫികൾ പോയാലും ഈ വിഷയം ആണ് അവർക്ക് സംസാരിക്കാനുള്ളതുകൊണ്ട് നിങ്ങൾ വളരെ കൃത്യമായി, വളരെ നന്നായി ഈ വിഷയം മനസ്സിലാക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരാണ് നമ്മെ പടച്ചവൻ അല്ലാഹുവാണ്. നമ്മളെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ് എന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അതാരെങ്കിലും അംഗീകരിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഒരൊറ്റൊരാളും നമ്മുടെ കൂട്ടത്തിൽ ഇല്ല. അതുപോലെ ആകാശം പടച്ചവൻ, ഭൂമിയെ സൃഷ്ടിച്ചവനും
വെള്ളത്തിനെ സൃഷ്ടിച്ചവനും നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവനും ഗോളങ്ങളെ പടച്ചവനും ഓക്സിജൻ തരുന്നവനും ഭക്ഷണം നൽകുന്നവനും നമുക്ക് വെള്ളം തരുന്നവനും നമുക്ക് ഇവിടെ എല്ലാ ശക്തികൾ നൽകുന്നവനും അത് അല്ലാഹു ആണ്. ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. ഹുവല്ലദീ ഖലഖകും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളെ പടച്ചവൻ. വമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന പണികളും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അല്ലാഹു ഒരു സംഗതി ഉദ്ദേശിക്കാതെ നിങ്ങൾക്കത് ഉദ്ദേശിക്കാൻ പോലും കഴിയില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് ഉദ്ദേശിക്കണമെങ്കിലും ആ സംഗതി അല്ലാഹു നമുക്ക് ഉദ്ദേശിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സർവ പ്രവർത്തനങ്ങളും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഉദ്ദേശങ്ങളും നമ്മുടെ മനസ്സിൽ ഉദിച്ചു വരുന്ന കാര്യങ്ങളും അതെല്ലാം അതിൽ എല്ലാത്തിനും ശക്തി നൽകുന്നവൻ അല്ലാഹു ആണ്. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഹയ്യ അലസ് സ്വലാഹ്, ഈ വിളി അങ്ങ് വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഉറക്കനെ പറയുന്ന ഒരു ദിക്റുണ്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, നീ തന്ന ശക്തിയല്ലാതെ, നീ നൽകുന്ന കഴിവല്ലാതെ ഇവിടെ ഒരു ശക്തിയുമില്ല. എല്ലാ ശക്തിയും നിന്റേതാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന്റെ ശേഷവും നമ്മൾ പറയുന്നു, ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. നമസ്കാരത്തിന്റെ ശേഷം 5 വഖ്ത് നിസ്കാരത്തിന്റെ ശേഷം ഇതൊക്കെ ഉറക്കനെ പറയുന്നവനാണ് അല്ലേ? അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നവർ ഇതുപോലും പറയാത്തവരാണ്. ഇപ്പൊ ഏതാനും ദിവസത്തിന്റെ ഉള്ളിൽ ഒരു കള്ള മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് സലഫികൾ. കഴിഞ്ഞ വെള്ളിയാഴ്ച, ഈ വെള്ളിയാഴ്ച അല്ല, അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച മസ്ജിദ് തഖവയിൽ അറബി വന്നിട്ട് നബാത്തിയ ഖുതുബ ഓതിയില്ല, ഫാത്തിഹയിൽ ബിസ്മി ചൊല്ലിയിട്ടില്ല, നിസ്കാരത്തിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. 3 സംഗതി ഒരു മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കള്ള മെസ്സേജ്. സംഗതി എന്താ? ഈ ചങ്ങായി നിസ്കരിച്ച ഉടനെ സലാം വീട്ടിയ ഉടനെ എണീച്ചു ഓടിയിട്ടുണ്ട്. അവിടെ എന്ത് നടന്നു എന്ന് ഈ ചങ്ങായിക്ക് അറിയില്ല. കൂട്ടുപ്രാർത്ഥന നടന്നോ ഇല്ലേ എന്നറിയണമെങ്കിൽ അവിടെ ഇരിക്കണ്ടേ? സലാം വീട്ടിയ ഉടനെ ഉറുപടിച്ച മാതിരി എണീച്ചോടുകയാണെങ്കിൽ അവിടെ കൂട്ടുപ്രാർത്ഥന നടന്നിനോ ഇല്ലോ എന്നറിയോ? സംഗതി എന്താ? ബഹുമാനപ്പെട്ട സ്വബാഹി, ഇറാഖിലെ ഖാദിരിയ തരീഖത്തിൽപ്പെട്ട, റിഫായി തരീഖത്തിൽപ്പെട്ട ഷെയ്ഖ് സ്വബാഹി, അദ്ദേഹമായിരുന്നു അവിടെ ഖുതുബ നിർവഹിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ആരോപണം നബാത്തിയ ഖുതുബ ഓതിയിട്ടില്ല എന്നാണ്. ഇപ്പൊ ഞാൻ മുക്കച്ചേരിയിൽ നബാത്തിയ ഖുതുബ ഓതാറില്ല.